ബബ്ബബ്ബ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ് 18-ാം തീയതി. അതിൻ്റെ ടിക്കറ്റുകളൊക്കെ ഇപ്പോൾ റെക്കോർഡ് വേഗത്തിൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വാർത്തകളും പുറത്തു വരുന്നു. പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ ഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായിട്ട് അതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് മാധ്യമങ്ങൾ. പ്രധാനമായിട്ടും മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ. നമുക്കിപ്പം ആരെയും ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അതിജീവിതയെയും വിശ്വസിക്കാൻ പറ്റില്ല, ദിലീപിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ആരെ നമ്മൾ വിശ്വസിക്കും? ആരാണ് സത്യം പറയുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള വില്ലൻ എന്നതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഗൗതമൻ, നമ്മളെ ഒത്തിരി സിനിമകൾ മലയാളത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ മലയാള സിനിമകളിലെ കഥകൾ വെല്ലുന്നതിനപ്പുറം കഥകളിലേക്കാണ് ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ട്വിസ്റ്റ് പോകുന്നത്. വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷമാണ് ഈ മാർട്ടിൻ്റെ വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈ കാര്യം സത്യം വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു വേള ഇതിനകത്തൊരു നിഗൂഢത ഉണ്ട് എന്ന കാര്യം ഒരു സാധാരണക്കാരന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാര്യം ഇതിൽ നമ്മൾ ദിലീപിനെ വെള്ളപൂശേണ്ട ആവശ്യം എനിക്കുമില്ല, ഗൗതമനുമില്ല, ഈ ലോകത്ത് ആർക്കുമില്ല. മറുഭാഗത്ത് ആൾക്കാർക്കുണ്ട്, നമുക്കില്ല. എന്ന് വെച്ചാൽ മറുഭാഗത്ത് ഒരു അതിജീവിതയാണ്, ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിജീവിതയുടെ വാദങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം വരും. പക്ഷേ ഇതിൻ്റെ കേസ് അന്വേഷണം പോകുമ്പോൾ എന്തുകൊണ്ട് ദിലീപിനെ ഇതിൽ കുറ്റക്കാരനാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ മാർട്ടിൻ പറയുന്നതിൽ എവിടെയൊക്കെയോ സത്യമുണ്ട് എന്നൊരു തോന്നൽ സാധാരണക്കാരനുണ്ടാകുന്നുണ്ട്. മാർട്ടിൻ്റെ ഈ വീഡിയോ പുറത്തു വന്ന ശേഷം എന്തുകൊണ്ട് അതിജീവിത ഇത്ര കണ്ട് അലർട്ടായി ഇതിൻ്റെ പിറകെ നിൽക്കുന്നു എന്നൊരു സംശയം സമൂഹത്തിനുണ്ട്. എന്തിനാ വീഡിയോ നിരോധിക്കണം എന്നൊരാവശ്യം അവർ ഉന്നയിക്കുന്നു. കാര്യം അല്ല, അത് താങ്കൾ അത് മുഴുവനായിട്ട് കണ്ടതാണല്ലോ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത്രയും ഭയപ്പെടുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം അതിജീവിതയ്ക്കുണ്ടെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? അത് തെളിയട്ടെ. കാര്യം ഇതിനകത്ത് എനിക്ക് അതിലെന്താണ് മാർട്ടിൻ യഥാർത്ഥത്തിൽ പറയുന്നത്? അതിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങയുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഗൗതം, ഞാൻ അല്പം മുമ്പ് നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദകുമാർ സാറുമായിട്ട് ഒരു ടോക്കിൽ ഇരുന്നതാണ്. ഈ വീഡിയോ ഞാൻ കണ്ടു. ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ആരും കേട്ട ഒരു കഥയല്ല. കാര്യം മാധ്യമങ്ങളിലൊക്കെ ഇവിടെ ഏഷ്യാനെറ്റിലെ നിയമകാര്യ ലേഖകനും അല്ലാത്തവരൊക്കെ പറഞ്ഞ കഥയല്ല. ഈ നടൻ ഈ ആരോപണ വിധേയയായ അതിജീവിതയെ ഒരു സിനിമയുടെ പ്രമുഖനായ നിർമ്മാതാവ് ലാലിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ലാൽ ക്രിയേഷൻസ് എന്ന് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ പറഞ്ഞയക്കുന്നു. ഇങ്ങനെയാണ് മാർട്ടിൻ പറയുന്നത്: പോയി നടിയെ പിക്ക് ചെയ്ത് കൊണ്ടുവരും, നടിയുടെ അമ്മ അവിടെ ഉണ്ടാവും, നിങ്ങൾ ചെന്നാൽ മതി, നടി പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ മൊബൈൽ വരെ നടിക്ക് കൊടുക്കണം, നടിക്ക് എന്തോ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാർട്ടിൻ ഇവിടുന്ന് ഈ മാർട്ടിൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷേ മാർട്ടിൻ പറയുന്നതിൽ പൾസർ സുനിയുമായി മാർട്ടിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. കാര്യം ഒരു പദ്ധതി ഒരു കൂട്ടം ഗുണ്ടകൾ ചേർന്ന് തയ്യാറാക്കുമ്പോൾ ഈ പദ്ധതി എന്താണ് എന്ന് ഇപ്പോൾ അതില് പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ദിലീപിനെ കൊടുക്കാനായിട്ട് മഞ്ജു വാര്യർ, ശ്രീകുമാർ മേനോൻ, മറ്റു ചില ആളുകൾ, ഈ ലാല്, അതിജീവിത, പിന്നെ മറ്റൊരു നടി ഒക്കെ കൂടി ചേർന്നെടുത്തൊരു പ്ലാനാണിതെന്നാണ് മാർട്ടിൻ പറയുന്നത്. അല്ല, എന്തായാലും മാർട്ടിൻ അങ്ങനെ സധൈര്യം പറയണമെന്നുണ്ടെങ്കിൽ മാർട്ടിൻ പറയുന്നതിൽ ഒരു കള്ളവും എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന് ഇവിടുന്ന് പറഞ്ഞയക്കുന്നു, ചെന്ന ശേഷം നടിയെ പിക്ക് ചെയ്യുന്നു, നടിയെ പിക്ക് ചെയ്ത ശേഷം ഓരോ മൂവ്മെൻറ്റ്സും കൃത്യമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. നടി അയാളുടെ നിന്ന് ഫോൺ വാങ്ങിച്ചതും, ഇടയ്ക്ക് വണ്ടി നിർത്തുന്നതും, ഇടയ്ക്ക് ആൾക്കാർ കയറുന്നതും, ഈ പൾസർ സുനി മുഖം മറച്ച് കയറിയതും, ഇതിലാകെ മുഖ്യധാര മാധ്യമങ്ങളിൽ ജോഷി കുര്യൻ ഉൾപ്പെടെയുള്ളവർ അതൊരു ഭയങ്കര കേസ് ഡയറി എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ചെയ്തപ്പോൾ അതിൽ ഈ മുഖം മറച്ച് കയറുന്നതൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് നടന്നിരിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥ ചിത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ പറയുന്നത് ഈ വീഡിയോ ഉണ്ടായിരിക്കുന്ന അതിനകത്ത് നടന്ന രംഗമല്ല, ഗോവയിൽ എങ്ങാണ്ടോ ഇവർ ടൂർ പോയ സമയത്ത് എടുത്ത ഏതോ രംഗമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇതിലിപ്പോൾ എനിക്ക് ശരിക്കും അഭിനന്ദനങ്ങൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പണിക്കറിനാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഏതാണ്ട് 1700ഓളം വരുന്ന പേജുകളുള്ള വിധിയാണ്. ആ വിധിയെ ഓരോ അതിലെ പ്രധാനപ്പെട്ട കാര്യവും അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സീരീസ് ആയിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത
രീതിയിൽ വളരെ മികവോടുകൂടി തീർച്ചയായും അദ്ദേഹം ഞാനത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടാണ് പല മാധ്യമ പ്രവർത്തകരും കാര്യങ്ങൾ പോലും മനസ്സിലാക്കുന്നത്. അതെ. അപ്പൊ ശരിക്കും അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത് ശ്രീജിത്ത് പണിക്കറിനാണെന്ന് പക്ഷെ തോന്നുന്നു. ശ്രീജിത്ത് ഇതില് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ എന്തുകൊണ്ട് ഇപ്പോൾ ഈ മാർട്ടിന്റെ സാധനം വൈറലാവുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നാളെ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അല്ല എനിക്ക് ഇതിൽ ബഹിഷ്കരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, ബോയ്ക്കോട്ട് ചെയ്യണം, കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല ഗൗതം, ഇതിനകത്ത് ഒരു കാര്യം കൂടെ, നമ്മൾ ആരുടെയും പക്ഷത്തല്ല എന്ന് പറഞ്ഞ പോലെ ഈ ദിലീപിനെ ഒതുക്കുക എന്നുള്ളത് ഈ മേഖലയിലുള്ള ആരുടെയൊക്കെയോ ഒരു ടാർഗറ്റ് ആയിരുന്നു. അതും ഈ മാർട്ടിൻ പറയുന്നുണ്ട്, എൻ്റെ കാല് പിടിക്കണമെന്ന് അതിജീവിത പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ദിലീപിനെ ഒതുക്കുക, ദിലീപ് പുണ്യവാളനൊന്നുമല്ല. ദിലീപ് ഈ ഫീൽഡിൽ എങ്ങനെയാണ് ഈ കാണുന്ന ആകാരവും വെച്ച് നടനായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലാൽ എന്ന് പറയുന്ന, മോഹൻലാൽ എന്ന് പറയുന്ന നടനുള്ള ആകാര ഭംഗിയോ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന സുന്ദരനുള്ള ഭംഗിയോ എന്നും ദിലീപിനില്ല എന്നുള്ളത് ദിലീപിന് തന്നെ ബോധ്യമാണ്. അപ്പോൾ ഈ ഉള്ള ആകാരത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടനായി എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ പരിമിതമായ അറിവിൽ നമ്മുടെ ചില സിനിമാ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം നല്ല ഗെയിമിൻ്റെ ആളായിരുന്നു. ആ ഗെയിമിനെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്ത പണിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ഒരു ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ദിലീപ് എന്ന് പറയുന്ന ആളുടെ ബുദ്ധിശക്തിയെക്കുറിച്ച്, ദിലീപ് എന്ന് പറയുന്ന ആളുടെ സെറ്റപ്പിനെ കുറിച്ചും അറിയാവുന്നവർ പറയുന്നത് ദിലീപ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യവും ഇങ്ങനെ കണ്ണു അടച്ച് ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ ഒരു ചേഷ്ട പകൽ സമയത്ത് ഒരാളെ വിട്ട് ചെയ്യില്ല എന്ന് പറയുന്നു. പിന്നെ ഇദ്ദേഹം, നിങ്ങൾ ദിലീപിൻ്റെ ചിത്രത്തെക്കുറിച്ച് ഗൗതം ചോദിച്ച പോലെ എനിക്ക് പറയുള്ളത്, ദിലീപ് നാളെ ഒരു ചിത്രം ഇറങ്ങുന്നു. ദിലീപിൻ്റെ 8 വർഷത്തെ കരിയർ തൊലച്ചത് ഈ ഒരു കേസ് കൊണ്ടാണ്. ദിലീപ് അവിടെയും പൊങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൂഢാലോചന ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. കാര്യം ഈ കേസിൽ ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നും പറഞ്ഞിട്ട് ഇതൊരു തിരക്കഥ കൃത്യമായി എഴുതി വെച്ചാണ് ഇതിനകത്ത്. ഇപ്പം സമൂഹത്തിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, അതിജീവിത കള്ളിയാണോ എന്നല്ലേ? അല്ല, നമ്മൾ അതൊന്നും അല്ല നമ്മൾ പറയുന്നത് മാർട്ടിന്റെ അല്ല, എനിക്കതില് ഒരു പറയുന്നതിൽ പ്രശ്നം ഇതില്ല. മാർട്ടിന്റെ ഈ ശബ്ദ സന്ദേശം അത് ഞാൻ പിടിക്കുന്നത് അല്ല, അത് ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? അതിജീവിത കള്ളിയാണോ എന്നുള്ളത് തന്നെയാണ് വ്യാഖ്യാനം. പക്ഷേ അത് ഒറിജിനൽ ആണോ, മാർട്ടിൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത് മാർട്ടിൻ എഴുതി കൊടുത്ത, അങ്കമാലി കോടതിയിൽ എഴുതി കൊടുത്ത, അദ്ദേഹം ഈ സംഭവത്തെ കുറിച്ച് എഴുതി കൊടുത്ത പേപ്പർ എവിടെ നോക്കി. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് സത്യമാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ശരിക്കും വിചാരിക്കുക. അതായത് മാർട്ടിൻ എന്താണോ പറഞ്ഞത് അതുപോലെയാണ് സംഭവിച്ചത് എങ്കിൽ എന്തുമാത്രം വലിയ ഗൂഢപദ്ധതിയാണ്, എന്തൊരു മാത്രം വലിയ ഗൂഢപദ്ധതി എന്ന് വെച്ചാൽ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി. അങ്ങനെയാണെങ്കിൽ 8 വർഷം ദിലീപിനെ അധിക്ഷേപിച്ചവര് മാപ്പ് പറയണം. മാപ്പ് പറയണം ദിലീപിനോട്. അത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെയല്ലേ ഏറ്റവും കൂടുതൽ വാർത്ത വന്നത്. ഇപ്പം ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരു പ്രീ പ്ലാൻഡ് തിരക്കഥയായിട്ടാണ് ഈ ഡ്രൈവർ പറഞ്ഞു കേട്ടത്. കാര്യം ഈ സംഭവങ്ങളെല്ലാം നടന്ന ശേഷം ചെല്ലുന്നത് വീണ്ടും ലാലിൻ്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് ലാൽ അവിടെ നിന്ന് ആദ്യം വിളിക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണ്, പോലീസ് മേധാവിയാണ് വിളിക്കുന്നത്. അവിടെ നിന്നാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഓഫീസർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് ഈ മാർട്ടിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ പെടുത്തുകയായിരുന്നു. അതുപോലെ മാർട്ടിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ, എൻ്റെ കാല് വന്ന് പിടിക്കണം എന്ന് ഈ താരം പറഞ്ഞതായിട്ട്, എല്ലാം കഴിഞ്ഞ് അതിജീവിത പറഞ്ഞതായിട്ട്, എൻ്റെ കാല് വന്ന് അവൻ പിടിക്കണം, ഇതിൽ അവൻ എന്നോട് മാപ്പ് പറയണം എന്ന് പറയുന്നു. ഒരു വേള നമുക്കറിയുന്ന ഒരു കാര്യമാണ്, അതിജീവിതയും ഈ ദിലീപും തമ്മിൽ ഒരു വൈരാഗ്യമുണ്ട്. ദിലീപ് ഏതോ ഒരു വേളയിൽ ഏതോ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇവരുടെ കരണത്തടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ തുടങ്ങിയിട്ടുള്ള ഒരു റിവഞ്ചാണ്, പ്രതികാരം വീട്ടലാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ സാധാരണക്കാരാണ്. ദിലീപൊക്കെ വിണ്ണിൽ നിൽക്കുന്ന താരമാണ്. ഈ പറയുന്ന അതിജീവിതയും താരങ്ങളാണ്. അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവരുടെ കുടുംബജീവിതത്തിലെ വിഷയം. നമ്മൾ കാണുന്ന പോലെ ഈ ലൈം ലൈറ്റിൽ കാണുന്നു ഇവർ ആണെങ്കിൽ, ഇവർക്കും ജീവിത പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അവർ തല്ലിയത് അതുകൊണ്ടായിരിക്കണമെന്നില്ല, വേറെ അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നു, അതിൻ്റെ പേരിലുള്ളതാണെന്ന് ഇങ്ങനെ അറിയാം. കാര്യം ഇവരൊക്കെ തന്നെ, നമ്മൾ സിനിമ എന്ന് പറയുന്നത് കുറച്ച് കള്ളത്തരങ്ങളുള്ളൊരു മേഖലയാണ്. ഒരുപാട് ഈ സെക്ഷൽ ഹരാസ്മെന്റ് നടക്കുന്ന ഒരു മേഖലയാണ്. പുരുഷനെ തന്നെ ഉപയോഗിക്കുന്ന കഥകളുണ്ട്. ഈ വിഷയത്തിൽ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാറില്ലെന്നേ ഉള്ളൂ. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും വളരെ ജെനുവിനായിട്ട് സത്യം കണ്ടെത്തണം എന്നതായിരിക്കണമല്ലോ അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിലുള്ള നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കണ്ടെത്തണം. അതാരായാലും, അത് അതിജീവിതയാണെങ്കിൽ അവരായിരിക്കണം, ദിലീപാണെങ്കിൽ അതായിരിക്കണം. പക്ഷേ ചില ആളുകൾ സത്യം കണ്ടെത്തുക എന്നതിനപ്പുറം
അനാവശ്യമായിട്ട് ദിലീപിനെ ആക്രമിക്കുന്ന ഒരു അല്ല, അത് പ്രവണത ഇതുവരെ അത് മാധ്യമങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ശ്രീജിത്ത് പണിക്കരെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ സിനിമ എന്തിനാണ് ബഹിഷ്കരിക്കേണ്ട ആവശ്യം? അതാണ് ഗൗതം ഞാൻ അല്ല, പറഞ്ഞത്. ഇവർ ഈ കുറച്ച് ഗ്രൂപ്പുകൾ ചേർന്നിട്ട് ദിലീപിന്റെ നാളെ ഇറങ്ങാൻ പോകുന്ന 18-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം നടത്തുന്നുണ്ട്. എനിക്ക് ഇവരോട് ചോദിക്കാനായിട്ടുള്ള, ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ള, നിങ്ങളുടെ പക്കൽ എന്ത് തെളിവാണ് ഉള്ളത്? ദിലീപാണ് ഇതിന് പിന്നിൽ ആസൂത്രണം ചെയ്തത് എന്ന് പറയാനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത്? അങ്ങനെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ബഹിഷ്കരണമൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈയടിച്ച് സ്വാഗതം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതൊന്നുമില്ലാതെ കേവലം സംശയത്തിന്റെ പുറത്ത്, കേവലം എന്താ പറയാ, ഒരു പ്രജുഡിസ്ഡ് ആയിട്ടുള്ള മുൻധാരണ വെച്ചുകൊണ്ട് മാത്രം എന്തിനാണ് ദിലീപിനെ ഈ വിഷയത്തിൽ കൊണ്ടിടുന്നത് എന്നുള്ളതാണ്. കോടതി പോലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അല്ല ഗൗതം, അത് അവരുടെ സിനിമാ ഫീൽഡിനകത്തുള്ള ജലസിയാണ്. അതിൽ സാധാരണക്കാരനായി എനിക്കോ ഗൗതമിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. സിനിമാ ഫീൽഡിനകത്തുള്ള ജലസിയാണ്. എന്തുകൊണ്ട് റീമാക്ക് അല്ലെങ്കിൽ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞില്ല? ശ്വേത മേനോൻ ഇപ്പോഴാണ് ഒന്ന് തട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞത്. സ്ത്രീകളായിട്ടുള്ളവർ എവിടെ പോയി ആഷിക്ക്, സംവിധായകൻ ആഷിക് കപൂർ എന്താണ് സർക്കാർ ഒപ്പാണ്. അല്ല, ആഷിക് കപൂർ ഒന്നും പറഞ്ഞില്ലല്ലോ. സർക്കാരാണെങ്കിലും പോട്ടെ, ദിലീപിന്റെ ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു സംഗതി, മാർട്ടിൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമാണ്. കാര്യം നടിയാണ്, അതിജീവിതയാണ്, പെൺകുട്ടിയാണ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പെൺകുട്ടി പറയുന്നത് എല്ലാം സത്യമാണെന്ന് കണ്ടുകൊണ്ട് ഒരാളുടെ കരിയർ നശിപ്പിക്കും. അതാണ് പെൺകുട്ടിക്കും കള്ളം പറയാം. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല, പെൺകുട്ടികൾക്കും കള്ളം പറയാം, ആൺകുട്ടികൾക്കും കള്ളം പറയാം. ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന ആ വ്യക്തിയും അവരുടെ സഹോദരനും ഒക്കെ ഇങ്ങനെ എന്തിനാണ് ഈ വീഡിയോയുടെ പിറകിൽ ഇത്രയും ഇതായിട്ട് പോകുന്നത്? അപ്പൊ ഇത് ആരുടെ ആവശ്യമാണ് ഈ വീഡിയോ ബാൻ ചെയ്യേണ്ടത്? ആരാണ് ഈ മാഡം? എനിക്കറിയില്ല. ഇതിൽ കേൾക്കുന്ന മാഡം വേറെയാണ്. ഇത് പറഞ്ഞു വരുന്നത് മാഡം ഇപ്പം പലരും പറയുന്നത് മഞ്ജു വാര്യറാണെന്ന്. അല്ല, ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ലാലിന്റെ ഭാര്യ എന്നാ പറയുന്നത്. ലാലിന്റെ മകന് ഈ അതിജീവിതയുമായി ബന്ധമുണ്ടായിരുന്നു, അവർ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ളൊരു നീക്കത്തിന് ലാലിന്റെ ഭാര്യയാണ് ഇതിനകത്ത് ഉണ്ടായതെന്നൊക്കെയാണ് ഇപ്പോൾ മാർട്ടിന്റെ വീഡിയോയിൽ ഇങ്ങനെ സംസാരത്തിൽ കേട്ടിട്ട് കുറച്ചു മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം എനിക്ക് അവസാനം നിർത്തുമ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ദിലീപിന്റെ സിനിമ, പൾസർ സുനി ഒരിക്കലും ഇതിൽ പൾസർ സുനിയെ വെള്ളപൂശാനല്ല നമ്മൾ. പൾസർ സുനി ഒരു ക്രിമിനലാണ്, കൊടും ക്രിമിനലാണ്. ഈ പൾസർ സുനിക്ക് ഇതിനകത്ത് നല്ലവണ്ണം പൾസർ സുനിയെ ചോദ്യം ചെയ്താൽ ഇത് കൃത്യമായി പൾസർ സുനി ഇത് ആരെ കൊണ്ട് ജയിച്ചു, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവരുടെ മനസ്സ് റീഡ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാൻ ശാസ്ത്രീയമായ രീതികൾ. തീർച്ചയായിട്ടും അവസാനമായിട്ട് പറയാനുള്ളത് ഇതാണ്, നാളെ ദിലീപിന്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുകയാണ്. കുറേ പേര് ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടത്തുന്നുണ്ട്. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, ഞാൻ ഇതുവരെ ഒരു സിനിമ പോലും ദിലീപിൻ്റെ ഫസ്റ്റ് ഡേ റിലീസ് ചെയ്യുന്ന ആ ദിവസം പോയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ ബോയ്ക്കോട്ട് ചെയ്യണം, ഈ സിനിമ കാണരുത് എന്ന് പലരും പറയുന്നതിൻ്റെ ഒറ്റ കാരണത്താൽ നാളെ തന്നെ ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. അല്ല, അതായത് സിനിമ ആസ്വാദകരായിട്ടുള്ള ചെറുപ്പക്കാർ ദിലീപിന്റെ സിനിമ കാണുന്നെങ്കിൽ കാണട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയുന്നത്, ദിലീപ് ഇപ്പോഴും ഇതില് കുറ്റക്കാരനല്ല, വെറും അദ്ദേഹത്തെ ഞാൻ പറയാൻ തയ്യാറല്ല. അല്ല, അതെങ്ങനെ നിങ്ങൾക്ക് പറയാം? ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ, ഇവിടെ ഒരു അന്വേഷണമുണ്ട്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയിക്കാം, പ്രജുഡിസ്ഡ് ആയിട്ട് മുൻധാരണയോട് കൂടിയിട്ട് ഒരാളെ ഇതിന്റെ പുറകിൽ ഇയാളാണ് എന്ന് വേണമെങ്കിൽ സംശയിക്കാം, തെറ്റില്ല. പക്ഷെ ഞാൻ സംശയിക്കുന്നതാണ് സത്യം എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ ഇവിടെ അന്വേഷണം വരണം, കൃത്യമായിട്ട് കോടതി കണ്ടെത്തണം. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും നമ്മൾ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്, അല്ലെ? കോടതി പറയട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും. അത് തന്നെയാണ് ഇവിടെ. അല്ല, ഇവിടെയും ഈ പറയുന്ന പോലെ ദിലീപ് കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഈ പറയുന്ന അതിജീവിത പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അതും തെളിയട്ടെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഒരാളെയും ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, വല്ലാത്ത ഒരു നിഗൂഢത ഇതിനകത്ത് കളിക്കുന്നുണ്ട്.